ഇതിന്ന് കുറച്ച് പുഴുവിനെ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ പയറിൻ്റെ അകത്ത് വരുന്ന കീടബാധ എന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കില്ല. കണ്ടോ ഇത്തരത്തിലുള്ള പുഴുക്കൾ അടുത്ത പയറിൻ്റെ അകത്തോട്ട് കയറാൻ പോകുന്നത്. ഇവനെയൊക്കെ ഞങ്ങളിത് ഇത്രയും പയർ പറിച്ചതിൽ ഒരു 4-5 എണ്ണത്തിൻ്റെ അകത്ത് മുഴുവൻ പുഴുകളായിരുന്നു. ഇത് ഇതുപോലെ അതിനെ ഫുള്ള് മാറ്റി ആ പുഴുക്കളെ മുഴുവൻ ഒടിച്ചൊടിച്ച് അതിൻ്റെ അകത്തുനിന്ന് എടുത്തതാണ് ഈ പുഴുക്കളെ, ജീവനുള്ള നല്ല സുന്ദരനായ പുഴുക്കളെ. അപ്പോൾ ഈ പുഴുക്കൾ ഇതേ കണ്ടോ, ഒരുത്തൻ അടുത്ത ഇതിൻ്റെ അകത്ത് പയറിൻ്റെ അകത്ത് കയറി അകത്ത് തിന്നാനായിട്ട്. കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പം ഇങ്ങനെ ഈ പുഴുക്കളെല്ലാം ശരിക്കും പറഞ്ഞാൽ നാടൻ പയറുകൾ അല്ലാണ്ട് പുഴു കുത്താതെ കിട്ടാൻ പാടാണ്. എന്നുവെച്ചാൽ ഒരു പിടി പറിക്കുമ്പോൾ അതിൻ്റെ അകത്ത് 1-2 എങ്കിലും പുഴു കുത്തി പോവും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ കഷ്ടപ്പെട്ട് നമ്മൾ ഈ പറയുന്ന കണക്ക് കുറേ തടവെടുത്ത് വെള്ളം കോരിയൊക്കെ ഉണ്ടാക്കുന്ന പയറുകളാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നാടൻ പയറെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ കൊണ്ടുവച്ച് വിൽക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രമിക്കേണ്ടത് നമ്മുടെ ചുറ്റുവട്ടത്തുനിന്ന് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള കൃഷിയിടത്തുനിന്ന് കൊണ്ടുവരുന്നു എന്ന് പറയുകയാണെങ്കിൽ അത് തന്നെ വാങ്ങാൻ ശ്രമിക്കണം. കാരണം അവരിതുപോലെ കഷ്ടപ്പെട്ട് ഈ പറയുന്ന പോലെ ഇത്രയും കീടബാധയൊക്കെ അതിജീവിച്ചായിരിക്കും കൊണ്ടുവരുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട എല്ലാ മനുഷ്യന്മാർക്കും ഇത് മനസ്സിലാവുന്നുണ്ടെന്ന്. അതുകൊണ്ടായിരിക്കും ഞങ്ങളുടെ കൃഷിച്ചന്തയ്ക്കൊക്കെ നല്ല തിരക്കാണ്, സാധനങ്ങൾ തികയാറില്ല. നമ്മുടെ ഈ എടവക്കോട് വാർഡിലെ അംഗൻവാടിയിൽ വെച്ചിട്ടാണ് നമ്മുടെ കൃഷിച്ചന്ത നടക്കുന്നത്, ഹരിതശ്രീയുടെ. ആ കൃഷിച്ചന്തയ്ക്ക് ഭയങ്കര സാധനങ്ങളുടെ ഡിമാൻഡാണ്. ചീരയൊക്കെ വന്നു കഴിഞ്ഞാൽ എത്താൻ പറ്റാത്തവർ നേരത്തെ പറഞ്ഞു വെച്ച് വാങ്ങുന്ന രീതിയാണ് കാണാറുള്ളത്. ചീരയൊന്നും ഒരിക്കലും തിരിച്ചു കൊണ്ടുപോകാൻ കാണാറില്ല. എപ്പോഴും ഡിമാൻഡുള്ള അയ്യോ ഇന്ന് ചീരയില്ലേ, ഇന്ന് പയറില്ലേ, ഇന്ന് മുളകില്ലേ എന്ന് ചോദ്യങ്ങൾ മാത്രമേ കാണാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളെയും നമ്മൾ നന്നായിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ രീതിയിലൊക്കെയാണ്. ചുറ്റുവട്ടത്ത് കൃഷി ചെയ്യുന്നവരെ നന്നായിട്ട് അവർ കൊടുക്കുന്ന പ്രൊഡ്യൂസേഴ്സൊക്കെ ന്യായമായ വിലയ്ക്ക് വാങ്ങാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക. കാരണം വേറൊന്നുമല്ല, എല്ലാവർക്കും കൃഷി ചെയ്യാനും ഈ ഇതുപോലെയുള്ള കീടബാധയൊക്കെ നന്നായിട്ട് പെരുകി ചിലപ്പോൾ നമ്മൾ നട്ട ചെടിയിൽ നിന്ന് ഒരു പയർ പോലും പറിക്കാൻ കാണില്ല. അല്ല ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കൃഷി നഷ്ടമൊക്കെ വരും. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തളർന്നു പോകുമ്പോൾ ഒരു കൈത്താങ്ങാവാനും നമ്മൾ ശ്രമിക്കുക. അങ്ങനെ മാത്രമേ നമുക്ക് കൃഷീനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഒരു ജനറൽ അവെയർനെസ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മളിപ്പം ഹരിതശ്രീയുടെ നമ്മുടെ കൃഷിച്ചന്ത ഉള്ളതുകൊണ്ട് നമുക്കറിയാം ഒരുപാട് ചുറ്റുവട്ടത്ത് കൃഷി ചെയ്യുന്ന ആരൊക്കെയാണ്, അവരുടെ കയ്യിൽ എന്തൊക്കെയുണ്ടെന്ന്. അപ്പം ഞങ്ങളൊക്കെ ഒരാൾക്കും ഒന്നും തിരിച്ചു കൊണ്ടുപോകാൻ അവസരം കൊടുക്കാറില്ല. മിക്കവാറും അതെല്ലാം അവിടെ തന്നെ തീരുകയാണ് പതിവ്. പക്ഷേ എങ്കിലും ചിലപ്പോൾ ചില സമയത്ത് ഏത്തക്കൊലയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പടലെങ്ങാനും ബാക്കി വന്നു കഴിഞ്ഞാൽ അത് കൂട്ടത്തിലുള്ളവർ തന്നെ വാങ്ങി അങ്ങ് തീർക്കും. കാരണം ഒരിക്കലും അത് അയാൾക്കൊരു നഷ്ടം വരരുത്. അന്ന് ഭയങ്കരമായ താല്പര്യമുള്ളവരാണ് നമ്മുടെ ഈ ഹരിതശ്രീ കൂട്ടായ്മയിലുള്ളവർ. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ കൂട്ടായ്മ നമ്മളെ കുറേ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്നെ പോലൊരു ഇവിടെ ഈ സിറ്റിയിൽ ഇതെല്ലാം അധികമായിട്ട് കൃഷി കണ്ട് വളരാത്ത എന്നെപ്പോലുള്ളവർക്ക് ഒരു വലിയ എക്സ്പോഷറായിരുന്നു ഈ ഹരിതശ്രീ കൂട്ടായ്മ. ഒരുപാട് കൃഷി അറിവുകൾക്ക് പുറമെ ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ കൃഷിക്കാർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് കൃഷി വിജയിക്കുന്നില്ല, ഇതിൻ്റെ കാരണങ്ങളെപ്പറ്റി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ചുറ്റുവട്ടത്തുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ ചുറ്റുപാടുമുള്ള വിളവുകളെ ന്യായമായ വിലയിൽ വാങ്ങാൻ ശ്രമിക്കുക. അങ്ങനെ മാത്രമേ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള കൃഷീനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ആ ഒരു ഗണത്തിൽ കൂട്ടണം കേട്ടോ.